Children, here we start our first lesson of class 9 English. So the chapter name is Aspire to Win. It's an apt heading, isn't it? The chapter name itself is fantastic. Aspire to Win. ജയിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹം. നമ്മളെ മനസ്സിലെല്ലാവർക്കും ഒരു ആഗ്രഹം വേണം. ആഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ചൊരു ഡ്രീംസ് ഉണ്ടായിരിക്കില്ല, നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. അപ്പോൾ ആസ്പിരേഷൻ ഉണ്ടായിരിക്കണം ടു വിൻ, ജയിക്കാനായിട്ടുള്ള. അപ്പോൾ നമ്മൾ ഏതൊരു കളിയായാലും പഠിത്തമായാലും നമുക്ക് ഏതൊരു ഫീൽഡ് എടുത്താലും നമുക്കൊരു ആഗ്രഹം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നമ്മളെ മേലെ എത്ര പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ചാലും അതിന് ഒരു റിസൾട്ട് കിട്ടില്ല. നമ്മുടേതായ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം വേണം, അത് ചെയ്യണം. എനിക്ക് ഡാൻസ് പഠിക്കണം, എനിക്കൊരു ഡാൻസർ ആവണം, അല്ലെങ്കിൽ എനിക്കൊരു മ്യൂസീഷ്യൻ ആവണം, അല്ലെങ്കിൽ ഞാനൊരു IAS ഓഫീസർ ആവണം, അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ ഇന്നതാവണം, അല്ലെങ്കിൽ എനിക്ക് സാഹിത്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ. എന്ത് തന്നെയാലും നമുക്കൊരു ആഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കൊണ്ട് ശ്രമിപ്പിച്ചാലും അതിനൊരു ഫലം ഉണ്ടാവില്ല. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് കളിക്കാർ, two players are there, I think football. So some questions are given. Do you think that the players belong to the same team? Of course not, because they are wearing two different kind of jersey. Their jerseys are different, so we can assume that they are from different teams. അവർ രണ്ടാളും വേറെ ജേഴ്സി ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം they are from different teams. Can these two players alone bring success to their team? ഈ രണ്ട് പേരും ഒറ്റയ്ക്ക് കളിച്ചാൽ അവരെ ടീമിലേക്ക് സക്സസ് കൊണ്ടുവരാൻ കഴിയുമോ? Will they be able to bring success to their team? Not at all. Team means it's a group of people. So teamwork should be there. ഒരു ഗ്രൂപ്പിൽ എത്ര ആളുകളുണ്ടോ അവർ ഒരുമിച്ച് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ലക്ഷ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ 10 ആളുണ്ടെങ്കിൽ 10 ആളും 10 ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ 10 മനസ്സുകൊണ്ട് കളിക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും ജയിക്കാനാവില്ല. 10 ആളും ഒരൊറ്റ മനസ്സുകൊണ്ട് ഒരേ രീതിയിൽ ഒരേ ലക്ഷ്യം വെച്ച് മുന്നേറിയാൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 ആൾ വിചാരിച്ചാൽ മാത്രം ഒരു ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റില്ല. ടീം വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടായിരിക്കും. ഞങ്ങളുടെ ടീം, എൻ്റെ ടീം, നമ്മുടെ ടീം എന്നുള്ള ആ ഒരു ഇതിൽ ആ ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാവരും ഒത്തൊരുമയോട് കളിച്ചാലും if they work unite, they will success. If they work together for their team, they will success. How can each member lead his team to victory? ഓരോ മെമ്പറും അവരുടെ ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കണം അവരുടെ ടീമിനേക്കായിട്ട്, isn't it? If they are doing their best performance for their team by aiming at the victory of their team, they will definitely success. What are the qualities of a good sports person? So what do you think, what are the qualities of a good sports person? ഒരു നല്ലൊരു സ്പോർട്സ് പേഴ്സൺ എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം? First of all, he should have an aspiration, isn't it? He should have dreams about his sports. He should really enjoy the sports. ഒരാൾക്ക് അത് മറ്റൊരാളുടെ നിർബന്ധം കൊണ്ട് വന്നതായിരിക്കരുത്, അയാൾക്ക് അത് ആസ്വദിച്ച് കളിക്കാൻ സാധിക്കണം. Then he should have a cooperating mentality. സഹകരിച്ച് കളിക്കാനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം. ഈച്ച് ആൻഡ് എവറി മെമ്പർ ഓഫ് ദ ടീം ഷുഡ് ഹാവ് എ കോപ്പറേറ്റീവ് മെൻറ്റാലിറ്റി. കോപ്പറേഷൻ ഷുഡ് ബി ദ. ഇല്ല ഞാൻ പറയുന്നതാണ് വലുത്, ഐ ആം ദ ലീഡർ, ഐ ആം ദ ബോസ്, ഞാനാണ് ബോസ്, ഞാൻ പറയുന്നത് മറ്റുള്ളവർ കേൾക്കണമെന്ന് വിചാരിച്ച് നടക്കില്ല. എല്ലാവരുടെ അഭിപ്രായങ്ങളും യുണൈറ്റ് ചെയ്തുകൊണ്ട് കോപ്പറേറ്റ് ചെയ്ത് പോകാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കണം. ദെൻ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഷുഡ് ബി ദ, isn't it? നമ്മൾ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും വഴക്കടിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ അഗ്രസീവായിട്ട് ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് കാര്യങ്ങൾ എടുക്കുന്ന ഒരാളാണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ലീഡ് ടു ദ സക്സസ് ഓഫ് ദ ടീം. അപ്പോൾ എന്താണ് വേണ്ടത്? നമ്മൾ എല്ലാ മെമ്പേഴ്സിനെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോയിട്ടും അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എന്തെങ്കിലും ചെറിയ തെറ്റുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ളവരുടെ അടുത്തുനിന്ന് ബന്ധപ്പെട്ടാൽ അത് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ ന്യൂ ഇന്നോവേറ്റീവ് ടെക്നിക്സ് ഒക്കെ അപ്ലൈ ചെയ്ത് നോക്കാനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം. എല്ലാവരുടെ അഭിപ്രായങ്ങൾ, ഹി ഷുഡ് വാല്യൂ ദ ഒപ്പീനിയൻ ഓഫ് ഓൾ ദ ടീം മെമ്പേഴ്സ് ആൻഡ് ഓൾ ദ ടീം മെമ്പേഴ്സ് ഷുഡ് ഗിവ് റെസ്പെക്റ്റ്.
എല്ലാവർക്കും റെസ്പെക്റ്റ് കൊടുക്കാൻ അറിഞ്ഞിരിക്കണം, അവരുടെ ഒപ്പീനിയന് വാല്യൂ കൊടുക്കാൻ അറിഞ്ഞിരിക്കണം, കോപ്പറേറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ദെൻ ഓൺലി ദ ടീം വിൽ ബി ഗോയിങ് ടു എ സക്സസ്ഫുൾ ടീം. Okay, so these are the simple questions you can write. You can think and write in your own language, your own sentence. Okay, so here we start the chapter. At the end of a game or a sporting event, we usually appreciate the winner of the record breaker. Shouldn't we encourage the losers too? Let's see what happens in the story. Read on. That's after an event, we definitely will be congratulating the winners. ഒരു ഈവൻറ്റ് കഴിഞ്ഞാൽ നമ്മൾ വിന്നേഴ്സിനെ പോയിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യും, isn't it? We will be telling a lot about them. പക്ഷേ നമ്മൾ ലോസേഴ്സിനെ, ആരാണോ തോറ്റുപോയത്, അവരെ കൂടി നമ്മൾ കുറച്ചുകൂടി എൻകറേജ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ചാപ്റ്റർ ആൻഡ് ഇൻ ബിറ്റ്വീൻ I'll be telling you the important word meaning, or after this chapter I'll be giving you the word meaning in total. Okay, Tarun was a mediocre student. His grades could barely satisfy his parents, and he was not a good singer, dancer, painter, or even an actor. He always thought of himself as the black sheep of the family. His elder brother, who was pursuing a degree in engineering from a reputed college, always made the family proud. But Tarun was never good at anything like that. Okay, this is the first paragraph. Here it says that Tarun was a mediocre student. Tarun was a mediocre. What do you mean by mediocre? Mediocre means not too good, not too bad. ഇടത്തരമായിട്ടുള്ളത്. Okay, average, isn't it? Average. തരുൺ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഹിസ് ഗ്രേഡ്സ് കുഡ് ബെയർലി സാറ്റിസ്ഫൈ ഹിസ് പാരൻസ്. അവന് കിട്ടുന്ന ഗ്രേഡ്, അവന് കിട്ടുന്ന മാർക്സ് എന്ന് പറയുന്നത് ദാറ്റ് നെവർ സാറ്റിസ്ഫൈ ദിയർ പാരൻസ്. ഒരിക്കലും അവൻ്റെ പാരൻസിനെ സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിലുള്ളൊരു ഗ്രേഡ് അവന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഒരു മാർക്ക് അവന് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ. പിന്നെ നമ്മൾ പറയും ചില കുട്ടികൾ പഠിത്തത്തിൽ കുറച്ച് ബാക്കിലേക്കാണെങ്കിലും they will be having, or they will be showing some other talents. They may be great musicians, they may be great lyricists, or they may be writing some poems, or they will be having some other sports event or anything like that. അതുപോലെ ഈ കുട്ടിക്ക് ഒരു സിംഗർ അല്ലെങ്കിൽ ഒരു ഡാൻസർ, പെയിൻറ്റർ, ഒരു ആക്ടർ അങ്ങനെ ഒന്നിലും അവൻ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സ്കൂളിൽ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസ് അവൻ പങ്കെടുത്തിട്ടോ അങ്ങനെ ഒരു പേരിൽ അവൻ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. He always thought of himself as the black sheep of the family. അവൻ എപ്പോഴും എന്താണ്, അവൻ ഒന്നിനും കൊള്ളൂല എന്നുള്ളൊരു വിചാരമായിരുന്നു. ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി എന്ന് പറഞ്ഞാൽ ആ ഫാമിലിയിൽ ഏറ്റവും മോശം, ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളരുതാത്തത് എന്നൊക്കെ പറയില്ല, ഒന്നിനും പറ്റാത്തത്. അത് അവൻ്റെ അമ്മയും അച്ഛനും അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവരെല്ലാം കൂടി അവന് അങ്ങനെ ഒരു ബോധം അവന് ഉണ്ടാക്കിയതാണ്. അവനോടുള്ള സംസാരത്തിലോടും കൂടിയുള്ള, അത് അവന് ജനിക്കുമ്പോൾ തന്നെ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ വളർന്നു വരുന്നൊരു കുട്ടികൾക്ക് ഞാനൊന്നിനും കൊള്ളൂലെന്ന് തോന്നില്ല. പക്ഷേ മറ്റ് സൊസൈറ്റി മേക്സ് ദ ഫീലിംഗ് ദാറ്റ് ഹീ ഈസ് എ ബ്ലാക്ക് ഷീപ്പ്. അവനൊരു ബ്ലാക്ക് ഷീപ്പാണ് അല്ലെങ്കിൽ ഒന്നിനും കൊള്ളരുതാത്തതാണെന്ന് അവന് സൊസൈറ്റി അവനെ അങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു തോന്നൽ വന്നാൽ പിന്നെ കുട്ടികൾ ഒരിക്കലും അവർക്ക് നന്നാവണമെന്ന് തോന്നില്ല. ഞാനൊന്നിനും കൊള്ളൂല, ഞാൻ ശ്രമിക്കുന്നില്ല, എന്നെക്കൊണ്ട് പറ്റില്ല, അങ്ങനെ ഒരു ചിന്ത വന്നു പോകും. His elder brother, who was pursuing a degree, pursuing means continuing, he was continuing or he was doing a degree in engineering from a reputed college. ഒരു വളരെ പ്രസിദ്ധമായൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രസിദ്ധമായ ഫേമസ് ആയൊരു കോളേജിൽ നിന്ന് അവൻ്റെ എൽഡർ ബ്രദർ എൻജിനീയറിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഓൾവേസ് മെയ്ഡ് ദ ഫാമിലി പ്രൗഡ്. ആൻഡ് ദാറ്റ് ബോയ് he was very good at everything. അയാൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും വളരെ നന്നായിരുന്നു. അപ്പോൾ ഓൾവേസ് ഹി മെയ്ഡ് ഹിസ് പാരൻസ് പ്രൗഡ്. അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ ഏട്ടനെ കൊണ്ട് വളരെ പ്രൗഡ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് തരുൺ വാസ് നെവർ ഗുഡ് അറ്റ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. പക്ഷെ തരുൺ ഒരിക്കലും അങ്ങനെ ആരെക്കൊണ്ടൊരു നല്ലത് പറയിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു പ്രൗഡ് ഫീൽ ചെയ്യിക്കാൻ പറ്റിയ ഒന്നും തന്നെ അവനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അവൻ വിചാരിച്ചു ഐ ആം ഗുഡ് അറ്റ് നത്തിങ്, ഞാനൊന്നും നല്ലതല്ല, എന്നെക്കൊണ്ടൊന്നും ചെയ്യില്ല എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു അവൻ്റെ മനസ്സിൽ. Okay. However, he was blessed with the strength of a great athlete. പക്ഷെ എന്താണ്, അവനൊരു ഗുഡ് അത്ലറ്റിക് ബോഡി ഉണ്ടായിരുന്നു അവന്. ഹീ വാസ് എൻ എക്സലൻറ്റ് റണ്ണർ. ഏത് അത്ലറ്റിക്സിലാണ് അവന് എക്സലൻസി ഉണ്ടായിരുന്നത്? റണ്ണിങ്.
ഹി വാസ് എൻ എക്സലൻറ്റ് വെരി ഗുഡ് റണ്ണർ. ഹി വുഡ് റൺ ഫോർ hours. അവന് മണിക്കൂറുകളോളം ഓടാൻ കഴിയുമായിരുന്നു. ബി ഡേ ഓർ നൈറ്റ്, പകലായാലും വേണ്ടിയില്ല രാത്രിയായാലും വേണ്ടിയില്ല, ഹി കുഡ് റൺ ഫോർ hours. Whenever he felt sad and lonely, he exhausted himself by running. Whenever he felt sad and lonely, എപ്പോഴാണോ അവന് സങ്കടം വരുന്നത്, ലോൺലി, അലോൺ, ഒറ്റയ്ക്കെന്ന് തോന്നുന്നത്, ആരും എൻ്റെ കൂടെ ഇല്ല, ആരും എന്നെ സപ്പോർട്ട് ചെയ്യാനില്ല എന്ന് തോന്നുന്നത്, അവൻ്റെ സങ്കടം മുഴുവൻ എക്സോസ്റ്റ് ചെയ്തിരുന്നത്, അവൻ്റെ സങ്കടം മുഴുവൻ തീർത്തിരുന്നത് എങ്ങനെയാണ്? റണ്ണിങ്ങിലൂടെയായിരുന്നു. അവൻ്റെ ഫേവറേറ്റ് അത്ലറ്റിക്കായ റണ്ണിങ്ങിലൂടെയായിരുന്നു. thus releasing all his pent up emotions. അവൻ്റെ മനസ്സിൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും വെറുപ്പും ദേഷ്യവും ഒക്കെ പെൻറ്റ് അപ്പ് ഇമോഷൻസ്, അവിടെ പെൻറ്റ് അപ്പ് ചെയ്തിരുന്ന എല്ലാ ഇമോഷൻസും എല്ലാ വികാരങ്ങളെയും പുറത്ത് തള്ളിക്കൊണ്ട് അവൻ്റെ റണ്ണിങ്ങിലേക്ക് പോവായിരുന്നു. At times he would miss his school bus and would then run to school. ഇടയ്ക്ക് അവൻ സ്കൂൾ ബസ് മിസ്സായാലും വരെ അവൻ ഓടിയിട്ടാണ് സ്കൂളിലേക്ക് പോകാറുണ്ടായിരുന്നത്. which was 5 miles away from his home. അവൻ്റെ വീട്ടിൽ നിന്ന് 5 മൈൽസ് എന്ന് പറഞ്ഞാൽ കിലോമീറ്ററിൻ്റെയും കൂടി ഡബിൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും ദൂരം അവൻ റൺ ചെയ്തുകൊണ്ട് സ്കൂളിലേക്ക് പോവായിരുന്നു. ഹി ജസ്റ്റ് ഹാഡ് വൺ ഡ്രീം, ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. അവന് ഒരേ ഒരു ഡ്രീമേ ഉണ്ടായിരുന്നുള്ളൂ, ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ഫാസ്റ്റസ്റ്റായ റണ്ണറായി തീരുക. തരുൺ ഡിഡ് നോട്ട് നോ ഹൗ ടു അച്ചീവ് ഹിസ് ഡ്രീം. പക്ഷേ അവന് സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നില്ല, അവനൊരു വഴി കാണിച്ചു കൊടുക്കാൻ ഒരാളുണ്ടായിരുന്നില്ല. അപ്പോൾ അവന് അറിയില്ല, അവന് ആഗ്രഹമുണ്ട്, പക്ഷേ അവൻ എങ്ങനെ അത് അച്ചീവ് ചെയ്യണം, അവൻ്റെ ഡ്രീം എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യണം, ഫുൾഫിൽ ചെയ്യണം എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല അവന്. ഓക്കെ. On the one hand, his parents hated his running and wanted him to concentrate more on his studies, which he never did. നമുക്കറിയാം പല പാരൻസിനുള്ളൊരു പ്രോബ്ലമാണത്. അവരുടെ കുട്ടികൾ ഏതിലാണോ അവർക്ക് കഴിവുള്ളത് അത് കണ്ടെത്തി അതിനെ ഡെവലപ്പ് ചെയ്യാൻ അവരൊരിക്കലും ശ്രമിക്കാറില്ല. അവരെന്താണ് എപ്പോഴും പഠിക്കുക സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളത് അവർ. അപ്പോൾ അവൻ്റെ ഇഷ്ടം അത്ലറ്റിക്സിലേക്ക് പോകാനായിരുന്നു. ബട്ട് ഹിസ് പാരൻസ് നെവർ അഗ്രീഡ് വിത്ത് ദാറ്റ്. അവർക്കൊരിക്കലും അത് അഗ്രി ചെയ്യാൻ പറ്റിയില്ല. നോ യു ഷുഡ് നോട്ട് ഗോ ദാറ്റ് വേ, യു ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺ യുവർ സ്റ്റഡീസ്. അവരെപ്പോഴും പറയും നീ നിൻ്റെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ബട്ട് ഹീ കുഡ് നോട്ട്. അവനതിന് കഴിഞ്ഞിരുന്നില്ല. ഹീ നെവർ ഡിഡ്. അവനൊരിക്കലും അത് ചെയ്യാറില്ല, കാരണം അവന് ഇൻട്രസ്റ്റ് ഇല്ല. ഹീ ഈസ് നോട്ട് ഹാവിങ് ഇൻട്രസ്റ്റ് ഇൻ സ്റ്റഡീസ്, ഹീ ഈസ് ഹാവിങ് ഇൻട്രസ്റ്റ് ഇൻ അത്ലറ്റിക്സ് ഓൺലി. On the other hand, he belonged to a middle class family, and Tarun knew that to achieve his dreams he needed to intensive training, the amount for which was well beyond his family's reach. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ for this kind of training he needs money. This kind of intensive, very strong, that means in-depth training. വെറുതെ ഓടിയാലെന്ന് പറയും, ഇൻഡെപ്ത് ആയിട്ടുള്ള വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ട്രെയിനിങ് കൊടുക്കണം. ആ ട്രെയിനിങ്ങിന് വേണ്ടി വാട്ട് ഹി നീഡ്സ് മണി വിൽ ബി നീഡഡ്. സോ ദാറ്റ് മണി ഹു വിൽ ബി പ്രൊവൈഡിങ്? നോ വൺ ഇസ് ദർ ടു പ്രൊവൈഡ് ദ മണി. ആരും തന്നെ പൈസ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. സോ ഹി വാസ് ഇൻ എ മൂഡ് ടു ലീവ് ഹിസ് ഡ്രീം. ഞാൻ എൻ്റെ ഡ്രീംസിലൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല എനിക്ക്, കാരണം അതിനൊക്കെ ഒരുപാട് കാശ് വേണം, അത് ആരും തരാനില്ല വീട്ടിൽ. നോ വൺ ഇസ് ഗോയിങ് ടു സപ്പോർട്ട് മീ, ദെൻ ഹൗ ഷുഡ് ഐ പെർസ്യൂ മൈ ഡ്രീംസ്? അതായിരുന്നു അവൻ്റെ വിചാരം. ഞാൻ എങ്ങനെ എൻ്റെ ഡ്രീംസിനെ പെർസ്യൂ ചെയ്യും? ഇഫ് ഐ ഡോണ്ട് ഹാവ് മണി ഫോർ ഓൾ ദീസ് തിങ്സ്, ഹൗ ക്യാൻ ഐ ഗോ വിത്ത് മൈ ഡ്രീംസ്? അതായിരുന്നു അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന വിചാരം. ശരിക്കും അവന് ആഗ്രഹം ഉണ്ടായിരുന്നു നല്ലൊരു കോച്ചിൻ്റെ അടുത്ത് പോയിട്ട് നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് എല്ലാ ടാക്ടിക്സും പഠിച്ചിട്ട് നന്നായി ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ദാറ്റ് നീഡ്സ് മണി. അതിന് പണം ആവശ്യമാണ്, വെറുതെ ആരും ചെയ്തു കൊടുക്കില്ല. ആൻഡ് നോ വൺ വാസ് ദർ ടു സപ്പോർട്ട് ഹിം ബൈ പ്രൊവൈഡിങ് മണി. ആരും തന്നെ അവന് പണം കൊടുത്ത് പ്രൊവൈഡ് ചെയ്തിട്ട് അവനെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ഓക്കെ. When Tarun failed in his terminal examinations avanu fail ayipoyi. His father was very angry with him. Obviously his parents were like that people, isn't it? They were never supporting people, and so they got angry with him. His friends too made fun of him. അവൻ തോറ്റ സമയത്ത് അവൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും അവനെ കളിയാക്കാനൊക്കെ തുടങ്ങി. It was a day he wanted to wipe out from his memory, and so he took to running. ഈ ഒരു ദിവസം അവന്
അവൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്തു കളയാൻ ആഗ്രഹിച്ചിരുന്നൊരു ദിവസമാണ്. അവനത് ആ പരീക്ഷയിൽ അവനൊരു തോൽവി ഉണ്ടായി. അവൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും അവനെ വഴക്ക് പറഞ്ഞു. അവൻ്റെ ഫ്രണ്ട്സ് അവനെ ദേ മെയ്ഡ് ഫൺ ഓഫ് ഹിം, കളിയാക്കാൻ തുടങ്ങി. സോ ഹി ഡിഡ് നോട്ട് വാണ്ട് ദാറ്റ് ഡേ ഇൻ ഹിസ് മെമ്മറി. ആ ഒരു ദിവസം അവൻ്റെ മെമ്മറിയിൽ പോലും ഉണ്ടാവാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പോൾ അവൻ്റെ പെൻറ്റപ്പ് ഇമോഷൻസിന് എങ്ങനെയാണ് അവൾ കളഞ്ഞിരുന്നുണ്ടായിരുന്നത്? പെൻറ്റപ്പ് ഇമോഷൻസിന് അവൻ എക്സോസ്റ്റ് ചെയ്യാൻ വേണ്ടി അവൻ റൺ ചെയ്യായിരുന്നു. സോ ഹി വെൻറ്റ് ഫോർ റണ്ണിങ്. He ran all around the park. Where he went for running? Park. The sun beat down to check his range, but nothing could stop Tarun. It was a sunny day. നല്ല വെയിലുള്ള ദിവസമായിരുന്നു. അപ്പോൾ സൂര്യന് പോലും അവനെ തടഞ്ഞു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ കാരണം അവൻ്റെ മനസ്സിലൊക്കെ വേറെ കിടന്നിങ്ങനെ തിളയ്ക്കുകയാണ് അവൻ്റെ ഇമോഷൻസ്. അതുണ്ട്. സോ ആ ഇമോഷൻസിന് അവനവന് കളയണം. എനിക്ക് വേണ്ട, ഈ ദിവസം എൻ്റെ മെമ്മറിയിൽ പോലും വേണ്ട എന്നുള്ള ആ ഒരു സ്ട്രോങ് ഡിസിഷനായിരുന്നു അവൻ്റെ മാരിന്. അത് മാത്രമായതുകൊണ്ട് അവൻ ഈ വെയിലൊന്നും അവനൊരു തടസ്സമായതേയില്ല. സോ ഈവൻ ദ സൺ കുഡ് നോട്ട് സ്റ്റോപ്പ് ഹിം ഫ്രം റണ്ണിങ്. ആഫ്റ്റർ അബൌട്ട് ആൻ അവർ ഹി വാസ് ഫുള്ളി എക്സോസ്റ്റഡ്. അവൻ ക്ഷീണിച്ചു പോയി, ടയർ ആൻഡ് ഹിസ് ഫ്യൂറി ഹാവിങ് സബ്സൈഡഡ്. അവൻ്റെ മനസ്സിൽ ആ തിളച്ച് മറിയുന്ന ആ ഒരു വികാരങ്ങളൊക്കെ സബ്സൈഡ് ചെയ്തു, കുറഞ്ഞു വന്നു. അവൻ ശാന്തനായി. ഹി ബിക്കെയിം കാം. ഹി ത്രൂ ഹിംസെൽഫ് ഓൺ എ ബെഞ്ച്. അവനങ്ങനെ ഓടി വന്ന് ക്ഷീണിച്ചൊരു ബെഞ്ചിലേക്ക് വീണുപോയി. ആൻഡ് സ്റ്റാർട്ടഡ് പാൻറ്റിങ് ഹെവിലി. വളരെ ശക്തമായിട്ട് കിതയ്ക്കാൻ തുടങ്ങി അവൻ. പാൻറ്റിങ് മീൻസ് കിതയ്ക്കുക, സ്ട്രോങ് ബ്രീത്ത്സ് എടുക്കുക അങ്ങനെ. ആൻഡ് ഹി സ്റ്റാർട്ടഡ് പാൻറ്റിങ് ഹെവിലി. Suddenly he heard a voice at his elbow. What's son? പെട്ടെന്ന് അവൻ്റെ എൽബോ സൈഡിൽ നിന്ന് അവനൊരു ശബ്ദം കേട്ടു. What is this, son? Tarun turned to his left and there sat a man of about 60. അവൻ്റെ അടുത്തൊരാൾ വന്നിരിക്കുന്നുണ്ടായിരുന്നു. About 60 years old. I failed in 2 subjects, he replied in a depressed tone. വളരെ നിരാശനായിട്ട് വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞു, I failed in 2 subjects. The man smiled sympathetically. വളരെ സിമ്പത്തിയോടുകൂടി, അവൻ്റെ സങ്കടം മനസ്സിലാക്കുന്ന ഒരു ഫീലിങ്ങോടുകൂടി, സാരമില്ല എന്നുള്ള മുഖത്തുള്ളൊരു എക്സ്പ്രഷനോടുകൂടി. ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ സങ്കടം മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ സിമ്പത്തറ്റിക്കലായിട്ട് പെരുമാറാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ മനുഷ്യന് അവൻ്റെ സങ്കടം മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ സിമ്പത്തറ്റിക്കലായിട്ട് ആശ്വസിപ്പിക്കുന്ന പോലെ അവൻ പറഞ്ഞു, ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. ജീവിതത്തിൽ എപ്പോഴും വിജയം മാത്രമല്ല, അപ്സ് ആൻഡ് ഡൗൺസും ഉണ്ടാവും, ജയങ്ങളും തോൽവികളും ഉണ്ടാവും, സങ്കടങ്ങളും സന്തോഷവും ഉണ്ടാവും, ഒക്കെ ഇതിനൊരു ഇതുണ്ടാവും. അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. മൈ ബോയ്, ബൈ ദ വേ, ഐ എം റാം നാരായൺ ആൻഡ് യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണേഴ്സ് ഐ ഹാവ് എവർ സീൻ. സി, ഐ എം റാം നാരായൺ. ഞാൻ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണേഴ്സിൽ ഒരാളാണ് നീ. റാം നാരായൺ, are you the same Ram Narayan who won an Olympic medal in 400 meter race in the 1960s? ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചോദിക്കുകയാണ്, നിങ്ങളാണോ ആ ഒളിമ്പ്യാഡ് നേടിയ, ഏത് വർഷം 1960s ഒളിമ്പ്യാഡ് നേടിയ റാം നാരായൺ? Tarun could not hide his excitement. അവൻ്റെ ആ എക്സൈറ്റ്മെൻറ്റ് അവന് തടഞ്ഞു വയ്ക്കാൻ പറ്റില്ല. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അവൻ ചോദിച്ചത്. See the picture, Tarun is in a sorrowful way, he is sitting and that other man is consoling him. Yes, Pat, came the reply. Tarun was dazzled. അവനാകെ സർപ്രൈസ്ഡ് ആയിപ്പോയി. അവൻ പറഞ്ഞു, അതെ പാറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു, Son, I have been watching you for the past 45 minutes, continued Ram Narayan, and I see a good future in you. ഞാൻ നിന്നെ ഏകദേശം ഒരു 45 minutes ആയിട്ട് ഞാൻ നിന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. യു ആർ റണ്ണിങ് ആൻഡ് ദർ ഇസ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ ഇൻ യു. നിനക്കൊരു നല്ലൊരു ഫ്യൂച്ചറുണ്ടോ, ഭാവിയുണ്ട് നിനക്ക് അത്ലറ്റിക്സിൽ. Tarun could not help but blush. അവൻ ചിരിച്ചു. അവനൊന്നും പറയാനില്ല, കാരണം എന്താ, അവനറിയാം that is not going to happen. All you need to do is keep that passion burning in you and never give up. ഒരിക്കലും നിൻ്റെ ആ മനസ്സിലുള്ള ആഗ്രഹം ഒരിക്കലും never give it up. ഒരിക്കലും അത് ഉപേക്ഷിക്കരുത്. give up means ഉപേക്ഷിക്കുക. നിൻ്റെ മനസ്സിലുള്ള passion for sports, passion for athletics, running, you should never give it up. ഒരിക്കലും നീ നിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഒരിക്കലും കളയരുത്. ആ ആഗ്രഹത്തിന് കൂടുതൽ ബേൺ ചെയ്യുക വേണ്ടത്, ആഗ്രഹത്തിന് കൂടുതൽ ജ്വലിപ്പിക്കുക വേണ്ടത്, മൂർച്ചയേറിയതാക്കുക വേണ്ടത്. isn't it? that keep that passion burning in you. നിൻ്റെ മനസ്സിലുള്ള ആഗ്രഹത്തിന് എപ്പോഴും നീ ഇങ്ങനെ മൂർച്ചയാക്കിക്കൊണ്ടിരിക്കുക, ഒരിക്കലും അതിനെ കളയരുത്. Have you joined some training school?
The man enquired. He asked, "Have you joined some training school?" നിങ്ങൾ ഏതെങ്കിലും ട്രെയിനിങ് സ്കൂളിൽ ചേർന്നിട്ടുണ്ടോ? തരുൺ സ്മൈൽ ഫെയ്ഡഡ്. അവൻ്റെ ചിരിയൊക്കെ ഇങ്ങനെ മങ്ങിപ്പോയി അത് കേട്ടപ്പം. ഹി ഫെൽറ്റ് സോറോ ആൻഡ് ഹി സീം ഡിസ്ട്രോട്ട്. അവൻ വളരെ നിരാശയോട് കൂടി പറഞ്ഞു, "എ ട്രെയിനിങ് സ്കൂൾ ഈസ് വെരി എക്സ്പെൻസീവ് സർ, ആൻഡ് ഐ ആം അൺഎംപ്ലോയ്ഡ്. ഐ ആം ജോബ്ലെസ്. ഐ ഡോണ്ട് ഹാവ് എ ജോബ് ടു പേ ദ മണി." എൻ്റെ കയ്യിൽ ജോലിയൊന്നുമില്ല എനിക്ക് ട്രെയിനിങ് സ്കൂളിൽ കൊടുക്കാൻ, അവിടെയൊക്കെ വളരെ പണം കൊടുക്കണം. Feeling happy that he could joke even in these circumstances. അവനെങ്ങനെ ഈ സമയത്ത് എനിക്കിങ്ങനെ എന്താ തമാശ പറയാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചു. ഈ ഒരു സന്ദർഭത്തിലും തമാശ പറയാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവൻ പറഞ്ഞത്, ഞാനെങ്ങനെ ഇതിനൊക്കെ കാശ് കൊടുക്കുക, അതിനൊക്കെ അവിടെ വളരെ കാശാവില്ലേ. ബട്ട് റാം നാരായൺ സീം പ്രെറ്റി സീരിയസ്. പക്ഷേ ഹി വാസ് നോട്ട് ജോക്കിംഗ്. റാം നാരായൺ, ഹി വാസ് വെരി സീരിയസ്ലി ആസ്കിങ്, "I will train you if you want, but I put forward a condition." നിനക്ക് വേണമെങ്കിൽ ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യാം, ബട്ട് ഓൺ വൺ കണ്ടീഷൻ. വാട്ട്സ് യുവർ കണ്ടീഷൻ? ടെറൻസ് വായ്സ് ഷോഡ് ക്യൂരിയോസിറ്റി ആൻഡ് ആങ്സൈറ്റി. വളരെ ജിജ്ഞാസയോടുകൂടി അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു, "വാട്ട് ദാറ്റ് കണ്ടീഷൻ?" "There is a race on Children's Day at the Nehru Stadium. Children of your age are competing there." നെഹ്റു സ്റ്റേഡിയത്തിൽ നിൻ്റെ പ്രായത്തിലുള്ള കുട്ടികളുടെ ഒരു റണ്ണിങ് കോമ്പറ്റീഷൻ ഉണ്ട്. "If you participate and win that race," നീ അതിൽ പങ്കെടുത്തിട്ട് വിജയിക്കുകയാണെങ്കിൽ, "I promise I will start training you." ഞാൻ പ്രോമിസ് ചെയ്യാം, "I will start training you." നിൻ്റെ ട്രെയിനിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്യാം. ബട്ട് യു ഷുഡ് സാറ്റിസ്ഫൈ ദാറ്റ് കണ്ടീഷൻ. "That's no big deal. I can do it, can't I?" അതൊരു വലിയ കാര്യമൊന്നുമില്ല, ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കഴിയില്ലേ? thought തരുൺ. I will sir. അപ്പോൾ അവൻ്റെ മനസ്സിൽ കോൺഫിഡൻസ് വന്നു. "Yes, I can. I will win." He heard himself saying with complete conviction. അവൻ ഉറച്ചൊരു തീരുമാനത്തിലായിരുന്നത്. അവൻ്റെ സ്ട്രോങ് ഡെസിഷനാണത് തെളിയിച്ചത്. "Fine boy, it's my job to get you entry in the race and remember yours to win it. Tell me, what's your name?" നിനക്കതിൽ പങ്കെടുക്കാനുള്ള എൻട്രിയൊക്കെ ഞാൻ ശരിയാക്കി തരാം, പക്ഷെ നിൻ്റെ കാര്യം എന്താണ്, നിൻ്റെ റോൾ എന്താണ്, നീ അതിൽ വിജയിക്കുക എന്നുള്ളതാണ് നിൻ്റെ കടമ, അത് നീ ചെയ്തിരിക്കണം. എന്നിട്ട് ചോദിച്ചു, അവൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. തരുൺ കപൂർ സർ. "തരുൺ, I will meet you here after 5 days to give you your participation card." 5 ദിവസത്തിന് ശേഷം നമ്മൾ ഇതേ സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യും. അന്ന് ഞാൻ നിനക്ക് നിൻ്റെ പാർട്ടിസിപ്പേഷൻ കാർഡ് തരുന്നതായിരിക്കും. "All the best," said Ram Narayan and left. On the way home, Tarun thought that his father had not scolded him, he wouldn't have got this opportunity. അങ്ങനെ പോകുന്ന വഴിക്ക് അവൻ വിചാരിച്ചു, അഥവാ എൻ്റെ അച്ഛൻ എന്നെ ചീത്ത പറഞ്ഞിട്ടില്ല, വഴക്ക് പറഞ്ഞിട്ടില്ല, എന്നോട് if he hadn't got angry with me, എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ വന്ന് ഓടാനും എന്നെ രാംനാരായൺ മീറ്റ് ചെയ്യാനൊന്നും കഴിയില്ലായിരുന്നു. അപ്പോൾ അവൻ അത്രയും അച്ഛനോട് അന്നേരം അവൻ കടപ്പെട്ട പോലെയാണ് അവൻ വിചാരിച്ചത്. The next day brought a new ray of hope. അടുത്ത ദിവസം അവന് ഒരു പുതിയ പ്രതീക്ഷയുടെ ഇതാണ് കൊടുത്തത്. Tarun got up early, had milk, and before his mother could finish her query on what he was up to, he ran out and went to the Nehru Stadium to check the details of the race. He was very happy indeed. Sure, he was very happy because he got up so early and did all the morning routine and had milk, and before his mother got a chance to ask what he is going to do, he just ran to the stadium. അവൻ്റെ അമ്മ ചോദിക്കുന്നതിന് മുന്നേ തന്നെ അവൻ അവിടുന്ന് എസ്കേപ്പ് ചെയ്തു. തരുൺ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് ജെലസ്ലി. വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ട് അവൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഈവൻ ഡേ വിത്ത് ഫുൾ എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ഹാപ്പിനെസ്, isn't it? അവൻ്റെ മനസ്സിൽ അത്രയും സന്തോഷമായിരുന്നു. എവറി ഡേ ഹി വുഡ് ഗെറ്റ് അപ്പ് അറ്റ് 4 in the morning and run up to 10 miles. In the evenings he would time himself according to the 1,000-meter distance prescribed by the competition. He wanted everything to be perfect. It was for the first time in his life that he was demanding such perfection in things he did. He thought he also wanted someone to back him up, and so he told everything to his mother. So what happened? അവൻ വളരെ zealously, അവൻ ഹാപ്പിലി അവൻ്റെ ഫുൾ ഇൻവോൾവ്മെൻറ്റ് വെച്ച് അവൻ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. അവൻ്റെ ആ ഒരു കറക്റ്റ് ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസ് ഓടണം അതൊക്കെ അനുസരിച്ച് അവൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവനൊന്ന് ബാക്കപ്പ് ചെയ്യണമായിരുന്നു, ആരെങ്കിലും എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്യണം. അവൻ്റെ മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെ അവൻ ആരോടെങ്കിലും ഒന്ന് പറയണമായിരുന്നു. അതുകൊണ്ട് അവൻ അവൻ്റെ അമ്മയോട് പറഞ്ഞു. തരുൺ പ്രാക്ടീസ് വിഗറസ്ലി ഫോർ 5 days.
and then promptly met Ram Narayan to collect his participation card. After 5 days thorough practice, he met Ram Narayan. 5 ദിവസത്തിന് ശേഷം ഈ വളരെ കഠിനമായ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് രാം നാരായണനെ കണ്ടു. He gazed at the piece of paper on which his name had been printed boldly. നല്ല ബോൾഡ് ലെറ്റേഴ്സിൽ, നല്ല കട്ടിയായ ലെറ്റേഴ്സിൽ അവൻ്റെ പേരെഴുതിയ കാർഡിലേക്ക് he gazed at, he stared at the piece of paper. അതിലേക്ക് ഇങ്ങനെ തുറച്ചു നോക്കി അവൻ സന്തോഷം കൊണ്ട്. It meant so much to him. ഇത് അവന് വളരെ 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 വിലപ്പെട്ടതായിരുന്നു. It meant so much to him. I must win this race, thought he. എത്ര കഷ്ടപ്പെട്ടാലും എത്ര പണിപ്പെട്ടാലും I will be winning this game. He wanted to show his father that he was not really the black sheep of the family. അവൻ്റെ മനസ്സിലെന്തായിരുന്നു, അവൻ അച്ഛനും ഞാൻ ഇതിന് പ്രൂവ് ചെയ്യണം, ഞാൻ ഈ ഫാമിലിയിൽ ഒന്നിനും കൊള്ളാത്തവനല്ല, ഐ ആം നോട്ട് ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലിന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു. ഹി കുഡ് ബി ഗുഡ് അറ്റ് സംതിങ് അറ്റ് ലീസ്റ്റ്. ഞാൻ എന്തിലെങ്കിലും ഐ വിൽ ബി ദ ബെസ്റ്റ്, ഞാൻ എന്തിലെങ്കിലും ദ ബെസ്റ്റ് അതവന് പ്രൂവ് ചെയ്യണമായിരുന്നു. ഇറ്റ് വാസ് 14th November. Bowing low for the blessings of his mother, Tarun pedaled away to the stadium. അവൻ്റെ അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട്, അമ്മേൻ്റെ കാലൊക്കെ തൊട്ട് അനുഗ്രഹം വാങ്ങി അവൻ സൈക്ലിംഗ് ചെയ്തു സ്റ്റേഡിയത്തിലേക്ക്. There was a huge crowd waiting to go inside. Tarun entered the office where a signboard read participants only, with his heart beating faster every second. അങ്ങനെ അവൻ ആ പാർട്ടിസിപ്പൻസ് ഓൺലി എന്നുള്ള ബോർഡുള്ള ഒരു ഓഫീസിലേക്കൊക്കെ പോയി. ആൻഡ് ഹി വാസ് ഫുൾ എക്സൈറ്റഡ് ആൻഡ് ഹിസ് ഹാർട്ട് ബീറ്റ് വാസ് ഫാസ്റ്റർ എവറി സെക്കൻഡ്. നമുക്കങ്ങനെയല്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടി ഉണ്ടെങ്കിൽ ടെൻഷനും ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട്. അപ്പോൾ അതേ ഒരു ഫീലിംഗ് ആയിരുന്നു അവന്. Inside there were about 50 participants waiting for the race to begin. Inside the office or inside the room, there were about how many participants? 50 participants were waiting. He felt someone patting him on the shoulders. പെട്ടെന്ന് തോന്നി അവൻ ആരോ എന്നെ ഇങ്ങനെ ഷോൾഡറിൽ ഇങ്ങനെ തട്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു സ്നേഹത്തോടു കൂടി തട്ടുന്നതായിട്ട്, തലോടുന്നതായിട്ട് തോന്നി. Hello Tarun, it was Ram Narayan. All the best, he said affectionately, with love. സ്നേഹത്തോടു കൂടി ആൾ പറഞ്ഞു all the best. Tarun smiled at him, but he did not say a word. Fear had gripped him from head to foot. പേടിച്ചിട്ടിങ്ങനെ വിറച്ചിങ്ങനെ ഫിയർ ഹാഡ് ഗ്രിപ്ഡ് ഹിം, മുറുക്ക പിടിച്ചിരിക്കുക. ആര്? ഭയം. അവനെ പേടി മുറുക്ക പിടിച്ചിരിക്കുക. ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു വലിയൊരു ഈവൻറ്റിൽ പങ്കെടുക്കാൻ പോകണം, പിന്നെ അത് പങ്കെടുത്ത് കഴിഞ്ഞാൽ അവനുണ്ടായിരിക്കുന്ന റിസൾട്ട്, അപ്പോൾ അതൊക്കെ കൂടി ഒരു ഭയമായിട്ട് അവനെ മുറുക്ക പിടിച്ചിരിക്കുക. അപ്പോൾ അവനിങ്ങനെ ചിരിച്ചു എന്നല്ലാതെ അവനൊരു താങ്ക്സ്, ഓൾ ദ ബെസ്റ്റ് പറഞ്ഞപ്പോൾ താങ്ക്സ് പോലും അങ്ങനെ ഒന്നും തിരിച്ചു പറയാൻ പറ്റിയില്ല. അവൻ്റെ ഹെഡ് ടു ഫുട്ട് വാട്ട് ഇസ് ഹെൽത്ത് ഫിയർ. All the participants lined up. Every face glittered with the hope of winning the race. എല്ലാവരും ലൈനപ്പായിട്ട് നിൽക്കുകയാണ്. എല്ലാവരുടെയും ഫേസ് ഇങ്ങനെ പ്രകാശിക്കുകയാണ്. എന്തിനാ? വിത്ത് ദ ഹോപ്പ് ഓഫ് വിന്നിങ് ദ റേസ്. ഈ ഒരു റേസ് ജയിക്കണം എന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവരുടെയും മുഖത്ത്. ഈച്ച് വൺ ഓഫ് ദം ഹാഡ് ഹിസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഇൻ ദ സ്റ്റാൻഡ്സ് ടു ചിയർ ഫോർ ഹിം. എല്ലാവരെയും ചിയറപ്പ് ചെയ്യാൻ വേണ്ടി അവരുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ടു ഹിസ് അമേസ്മെൻറ്റ് തരുൺ കോട്ട് സൈറ്റ് ഓഫ് ഹിസ് മദർ ഇൻ ദ സ്റ്റാൻഡ്സ്. അവൻ്റെ ഒരു സന്തോഷത്തിന് അല്ലെങ്കിൽ ഒരു അമേസ്മെൻ്റ്, ആശ്ചര്യം എന്നെന്താണ്, അവൻ്റെ അമ്മയുണ്ടായിരുന്നു അവന് ചിറപ്പ്. അവനാണ് ഓടുന്നത് കാണാൻ അവൻ്റെ അമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. ദ ഫിയർ ഇൻ ഹിസ് ഹൈസ് ഗേവ് വേ ടു കോൺഫിഡൻസ്. അത് കണ്ടപ്പോൾ അവൻ്റെ മനസ്സിലെ ഭയം മുഴുവൻ ഓടി ഒളിച്ചു. അവൻ്റെ മനസ്സ് നിറയും കോൺഫിഡൻസായി, ആത്മവിശ്വാസം നിറഞ്ഞു തുളുമ്പി അവൻ്റെ മനസ്സിൽ. The whistle blew and all the participants started off with their might. അവരുടെ ആഗ്രഹം, അവരുടെ വിൽ, അവരുടെ ലക്ഷ്യം മനസ്സ് വെച്ചുകൊണ്ട് എല്ലാവരും വിസിലിൻ്റെ ശബ്ദം കേട്ട് ഓടാൻ തുടങ്ങി. They were all determined to be the winner of the race. They are all determined, or they were all determined. What was their determination? To win the race. അവരുടെ മനസ്സിലൊക്കെ ആ ഒരു ദൃഢനിശ്ചയം വെച്ചുകൊണ്ട് അവരൊക്കെ ഓടുകയാണ്. In the lead was the fastest of them all, Tarun. Who was the leading person? Tarun. Seeing himself ahead of everybody, Tarun felt very proud of himself. എല്ലാവരുടെയും മുന്നിൽ അവൻ ഓടുന്നത് അവൻ തന്നെ സ്വയം ഒരു അഭിമാനം ഉണ്ടായി, അവന് ആത്മാഭിമാനം, സെൽഫ് എസ്റ്റീം, സെൽഫ് പ്രൗഡ്. കാരണം അവൻ ഏറ്റവും മുന്നിലായപ്പോൾ അവനൊരു വിശ്വാസവും ഒരു അഭിമാനവും ഒക്കെ തോന്നി. On the track there was a shallow path. As he was running fast, Tarun did not notice that and he slipped. See, you can see that ആ ഓടുന്ന വഴിക്ക് ഒരു ഷാലോ ആയിട്ട്, നോട്ട് ടു ഡീപ്പ്, വളരെ ചെറിയ, അത്ര വലിയൊരു കുഴിയൊന്നുമില്ല, ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. അവിടെ തട്ടി അവൻ വീണു. ബ്രെത്തിങ് ഫാസ്റ്റ് ഹി സോ ദ അതർ കിഡ്സ് ഗോയിങ് പാസ്റ്റ് അവനിങ്ങനെ ശ്വാസം വിട്ടുകൊണ്ട് നോക്കി, എല്ലാവരും ഓടി എന്നെ മുന്നിലെത്തി, കവച്ചു വെച്ച് മുന്നിലെത്തി.
He could not be a loser today. ഇന്ന് എനിക്ക് തോൽക്കാൻ പറ്റില്ല. And so without wasting a second, he got up to run once more. ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. Being quick, തരുൺ overtook a few kids ahead of him. ഓടി വളരെ സ്പീഡിൽ അവൻ ഓടുന്ന ഒരു പ്രകൃതക്കാരനായതുകൊണ്ട് കുറേ കുട്ടികളെ അവൻ പിന്നിലാക്കി. But as fate had it, he slipped once again. ഒന്നുകൂടെ അവൻ്റെ ഫെയ്റ്റ്, അവൻ്റെ വിധി എന്ന് പറഞ്ഞ പോലെ അവൻ ഒന്നുകൂടെ വീണു. What was happening to him? He could not bear it. അവന് സഹിക്കാൻ പറ്റിയില്ല. He looked into the crowd and saw his mother. അവനിങ്ങനെ ക്രൗഡിലേക്ക് നോക്കിയപ്പോൾ he could see his mother. She was saying something to him. Get up son, get up and run. അമ്മ പറയുന്ന പോലെ തോന്നി. അമ്മ എഴുന്നേറ്റ് ഓടാൻ പറയുന്ന പോലെ അവൻ അല്ലെങ്കിൽ ആവേശം കൊടുക്കുന്ന പോലെ തോന്നി. തരുൺ got up once again. ഒരിക്കൽ കൂടി അവൻ എഴുന്നേറ്റു. He was among the last few. അപ്പോഴേക്കും അവൻ വളരെ പിറകിലായിപ്പോയി. But he did not give up. That feeling, his passion for athlete, the feeling of winning. അവനത് വിട്ടുകൊടുക്കാൻ കഴിഞ്ഞില്ല അവന്. Once more he overtook some children. കുറച്ച് കുട്ടികളെയൊക്കെ പിന്നിലാക്കി. Since he was fretting a little too much, he fell a third time. Oh my God. He fell up a third time. Tears were rolling down his cheeks. അങ്ങനെ കണ്ണിലിങ്ങനെ കണ്ണുനീരൊക്കെ ഒഴുകാൻ തുടങ്ങി ചീക്സിലൂടെ. How will he get into Ramnarayan's training now? ഇനി എങ്ങനെയാണ് ഞാൻ രാംനാരായണൻ്റെ ട്രെയിനിങ്ങിൽ പോവുക? How will he prove to his parents that he was talented? ഇനി ഞാൻ എൻ്റെ പാരൻസിനെ എങ്ങനെ ഞാൻ പ്രൂവ് ചെയ്യും I am a talented person? He was the last kid of the track now. ഇപ്പോൾ ട്രാക്കിൽ ഏറ്റവും അവസാനം ഓടുന്ന കുട്ടിയാണവൻ. He turned his eyes towards the stands. ആളുകളൊക്കെ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി. Then he heard Ramnarayan screaming from somewhere, "Come on Tarun, run!" അങ്ങനെ അവൻ രാംനാരായണൻ്റെ ശബ്ദം കേട്ടു. എവിടെ നിന്നും അയാൾ ഒച്ചത്തിൽ വിളിച്ച് പറയുകയാണ്, അലറിക്കൊണ്ട് പറയുകയാണ്, "Come on Tarun, run!" And so he got up a third time. ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് അവൻ വീഴുന്നിടത്തുനിന്ന് എഴുന്നേൽക്കുന്നത്. This 12-year-old determined boy who was last on the track got up and ran with all the strength he had. ഈ ഒരു 12 വയസ്സുള്ളൊരു കുട്ടി അവൻ്റെ ട്രാക്കിൽ വീണ് കിടന്നിടത്തുനിന്ന് അവൻ്റെ സ്ട്രെങ്ത് മുഴുവൻ എടുത്ത്, അവൻ്റെ ശക്തി മുഴുവൻ എടുത്ത് ഓടാൻ തുടങ്ങി. The crowd was cheering for Pavan, the boy who had won the race. But to Tarun's surprise, there was a louder applause when he crossed the finishing line last. Actually, who won the race? Pavan. There was another boy called Pavan who won the race. എല്ലാവരും അവനെ cheer-up ചെയ്തു. പക്ഷേ when he crossed the finishing line, അവൻ ലാസ്റ്റിലാണ് ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്തത്. പക്ഷെ അവന് നിറയെ കയ്യടികൾ കിട്ടി. The audience cheered for his determination and his valor for never giving up. അവൻ്റെ സ്ട്രോങ് ഡിറ്റർമിനേഷനും അവൻ്റെ ധൈര്യത്തിനും വേണ്ടി എല്ലാവരും അവനെ അപ്ലോസ് ചെയ്തു, ചിയർ ചെയ്തു. He bowed his head with shame and said to Ramnarayan, "I'm sorry sir, I lost." അവൻ്റെ നാണക്കേട് കൊണ്ട് അവൻ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു, "Sir, I'm sorry sir, I lost the game." "No son, to me you have won the toughest race." അദ്ദേഹം സന്തോഷത്തോടു കൂടി പറഞ്ഞു, "നോ, അങ്ങനെയല്ല, എനിക്ക് നീ ജയിക്കുകയാണ് ഉണ്ടായത്. എന്നെ സംബന്ധിച്ചിടത്തോളം യു വൺ ദ റേസ്, യു വൺ ദ ടഫസ്റ്റ് റേസ്, ഏറ്റവും കഠിനമായ റേസ് നീ ജയിച്ചു കഴിഞ്ഞു. ദ റേസ് ഓഫ് യുവർ ലൈഫ്, നിൻ്റെ ജീവിതത്തിൻ്റെ റേസാണത്. യു ഗോട്ട് അപ്പ് ആൻഡ് സ്റ്റാർട്ടഡ് എഫ്രഷ് ഈച്ച് ടൈം യു ഫെൽ. ഓരോ തവണ നീ വീഴുമ്പോഴും വളരെ അതിശക്തമായിട്ട് ഡിറ്റർമിനേഷനോടുകൂടി, സ്ട്രോങ് വില്ലോടുകൂടി നീ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. ആൻഡ് യു ആർ എ റിയൽ ലൈഫ് ഹീറോ. നീ ശരിക്കും ഒരു ലൈഫ് ഹീറോ ആണ്. യുവർ ട്രെയിനിങ് സ്റ്റാർട്ട്സ് ടുമോറോ. നിൻ്റെ ട്രെയിനിങ് നാളെ മുതൽ ആരംഭിക്കുന്നതായിരിക്കും. തരുൺ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഇയേഴ്സ്. ടിയേഴ്സ് ഫിൽഡ് ഹിസ് ഐസ് അഗെയിൻ. അവൻ്റെ കാതുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. അവൻ്റെ കണ്ണുകളിൽ സന്തോഷം ഇങ്ങനെ നിറഞ്ഞു വരികയാണ്. He smiled at his mother who hugged him and said, "You are the best son in the world." അവൻ്റെ അമ്മ സന്തോഷത്തോടു കൂടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, "നീയാണ് ഈ ലോകത്തിലേക്കും വെച്ച ഏറ്റവും നല്ല മകൻ." So what a heart-touching story, isn't it? നമുക്കെല്ലാവർക്കും ഇഷ്ടമാകുന്നൊരു സ്റ്റോറിയാണെങ്കിൽ, നമുക്കല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുന്നൊരു സ്റ്റോറിയാണിത്. വൺസ് വി ഗോ ത്രൂ ദ സ്റ്റോറി, വി ഓൾസോ വിൽ ഡെവലപ്പ് എ കോൺഫിഡൻസ്. വി ഓൾസോ വിൽ ഡെവലപ്പ് എ ഫീലിംഗ് ഓഫ് ഡിറ്റർമിനേഷൻ. What is the importance of determination? How can we cultivate? How can we pursue our passion? അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സ്റ്റോറിയിലൂടെ കിട്ടുന്നതാണ്. So I hope you enjoy the story. So read the chapter, find out the hard words, find out the meanings from the dictionary and make a notes of everything.
So the rest we will be meeting in the next video. Until then, bye. Before that, don't forget to subscribe to the channel and please press the bell icon so that you will get the next video without any delay. Bye bye. Thank you.